നമസ്കാരം കേട്ടാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ, നമ്മുടെ മാത്രം അഹങ്കാരമായി മാറിയ നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ലോക നേതാവായി മാറി എന്നതിൽ നമ്മൾ ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 30-ൽ പരം രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി നേടിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഇത്തരം പദവികൾ ലഭിച്ചിട്ടുണ്ടോ? നോക്കൂ, അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം ഊഷ്മളമാണ്, എത്രത്തോളം ദൃഢമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ഹോർമുസ് കടലിടുക്ക് വഴി നമ്മുടെ LPG പെട്രോൾ ഉൽപ്പന്നങ്ങൾ വഹിക്കുന്ന കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ തയ്യാറായി. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നയതന്ത്ര ബന്ധം കൊണ്ട് തന്നെയാണ്. പണ്ട് മുതൽക്കേ ഇറാനുമായി നല്ല ബന്ധമാണുള്ളത്. ഇപ്പോഴത് കുറെ കൂടി പുഷ്ടിപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. അത് എന്തുകൊണ്ടാണ്? ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടും ഭരണത്തിലിരിക്കുന്നത് കൊണ്ടും മാത്രമാണ്. പിന്നെ മോദി വിരോധികളായവരും അതുപോലെ മത തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ എത്രയൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും ഇതൊരു സത്യമാണ്. ഇത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മികവ് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കിയാൽ എന്തുമാത്രം വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിവിടെ കിടന്ന് പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ കിടന്ന് ഓലിയിടുന്നതല്ലാതെ ആ തവളയ്ക്ക് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ച് അറിയാവൂ. ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി സഞ്ചരിക്കണം, മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ഇറങ്ങി സഞ്ചരിക്കണം. അവിടെയൊക്കെ ഉണ്ടായ വികസനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. എക്സ്പ്രസ് ഹൈവേകളായിരുന്നാലും, ട്രെയിനുകളിലെ ആധുനികവൽക്കരണങ്ങളായിരുന്നാലും, റോഡ് ഗതാഗതത്തിലുള്ള മാറ്റങ്ങളായിരുന്നാലും എല്ലാം നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ അമൃത ഭാരത് വഴി വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ലോക നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ അംഗീകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ജനത അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ടല്ലേ കരുതേണ്ടത്. പിന്നെ ഇവിടുത്തെ കുറേ മത തീവ്രവാദികൾക്കും മതയോളികൾക്കും ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലെങ്കിലും ഒരു അസുഖം വന്ന് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാർ ചെയ്യുന്നത് പോലെ, MLA ചെയ്യുന്നത് പോലെ ചില ചികിത്സാ ചെലവിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുക്കുന്നുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയല്ലേ നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യത്തിനെ ഉന്നതിയിലെത്തിക്കുക, നമ്പർ 1 ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. എന്തായാലും സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇന്ന് ഒരു ഭാരതീയനായി ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു ഭാരതപുത്രനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. പെറ്റമ്മയേക്കാൾ മഹത്തരമായി കരുതുന്ന ഈ ഭാരതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ എന്തുകൊണ്ടും ഞാൻ അഭിമാനിക്കുകയാണ്.